ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നലെ നമ്മൾ പഠിച്ചത് മൂന്നക്ക സംഖ്യയുടെ സങ്കലനമാണ് അല്ലേ. അപ്പോൾ മൂന്നക്ക സംഖ്യയുടെ സ്ഥാനങ്ങൾ ഏതൊക്കെയാണ് വന്നത്? ഒറ്റ, 10, 100. അപ്പോൾ ഇന്ന് ഒരെണ്ണം കൂടി കൂടുതലുണ്ട് അല്ലേ. അപ്പോൾ അതെന്താ പറയുക? ഒറ്റ, 10, 100, 1000. അപ്പോൾ ഏതാ സ്ഥാനങ്ങൾ? ഒറ്റ, 10, 100, 1000. അപ്പോൾ നമുക്ക് ഇത് കൂട്ടിയാലോ? ആദ്യം നമ്മൾ കൂട്ടുമ്പോൾ എവിടെ നിന്നോട്ടാണ് കൂട്ടേണ്ടത്? നമ്മളുടെ വലത് സൈഡിൽ നിന്ന് ഇടത് സൈഡിലേക്കാണ് നമ്മൾ കൂട്ടേണ്ടത് കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ കൂട്ടേണ്ട സംഖ്യ ഏതാ? ഒറ്റയുടെ സ്ഥാനത്ത് നിന്ന് അല്ലേ. ആദ്യം നമ്മൾ എവിടെ നിന്ന് കൂട്ടുക? ഒറ്റയുടെ സ്ഥാനത്ത് നിന്ന്. അപ്പോൾ ഒറ്റയുടെ സ്ഥാനത്ത് ഏതൊക്കെയാണ് കിടക്കുന്നത്? 5ഉം 1ഉം. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക? ഏതാണ് വലുത് സംഖ്യ, ആ സംഖ്യ നമ്മൾ മനസ്സിൽ വയ്ക്കുക. എന്നിട്ട് ചെറിയ സംഖ്യ നമ്മുടെ കൈവിരലിലെടുക്കുക. അപ്പോൾ ഏതാ ഈ ഒറ്റയുടെ സ്ഥാനത്ത് കിടക്കണതിൽ ഏതാ വലിയ സംഖ്യ? 5. അപ്പം 5 നമ്മുടെ മനസ്സിൽ വയ്ക്കുക. ഒരു വിരലെടുക്കുക. 5 കഴിഞ്ഞാൽ 6. അപ്പോൾ നമ്മളതിവിടെ ഈ ഒറ്റയുടെ സ്ഥാനത്തിൻ്റെ അടിയിൽ എഴുതി. അടുത്തത് ഏതാ? 10ൻ്റെ സ്ഥാനത്ത് ഏതാ കിടക്കണത്? 7ഉം 2ഉം അല്ലേ. അപ്പോൾ ഏതാ വലുത്? 7. അപ്പോൾ 7 നമ്മൾ മനസ്സിൽ വയ്ക്കുക. 2 വിരലെടുക്കുക. 7 കഴിഞ്ഞാൽ 8, 9. അപ്പോൾ നമ്മളതിവിടെ 10ൻ്റെ സ്ഥാനത്ത് എഴുതി. അടുത്തത് 100ൻ്റെ സ്ഥാനത്ത് ഏതാ കിടക്കണത്? 4ഉം 3ഉം അല്ലേ. അപ്പോൾ ഏതാ വലുത്? 4. അപ്പോൾ 4 നമ്മൾ മനസ്സിൽ വയ്ക്കുക. 3 വിരലെടുക്കുക. 4 കഴിഞ്ഞാൽ 5, 6, 7. അത് നമ്മൾ 100ൻ്റെ സ്ഥാനത്ത് അടിയിൽ എഴുതി. ഇനി അടുത്തത് ഏതാ? 1000ൻ്റെ പ്ലേസിൽ ഏതാ കിടക്കണത്? 2ഉം 1ഉം. 1000ൻ്റെ സ്ഥാനത്ത് ഏതാ കിടക്കണത്? 2ഉം 1ഉം. ഏതാ വലുത്? 2 അല്ലേ. അപ്പോൾ നമ്മൾ 2 മനസ്സിൽ വെച്ചു. എന്നിട്ട് ഒരു വിരലെടുത്തു. 2 കഴിഞ്ഞാൽ 3. അപ്പോൾ ഉത്തരം കിട്ടിയില്ലേ? അപ്പോൾ 2475-നെ 1321 കൊണ്ട് കൂട്ടിയപ്പോൾ നമുക്ക് എത്ര ഉത്തരം കിട്ടിയത്? 3796. അപ്പോൾ പ്ലേസ് വാല്യൂ, സംഖ്യകളുടെ സ്ഥാനവില നമുക്ക് മനസ്സിലാക്കണം. ആദ്യം വരുന്നത് നമ്മളുടെ വലത് സ്ഥാനത്ത് നിന്നാണ് നമ്മൾ കൂട്ടി തുടങ്ങേണ്ടത് കേട്ടോ ആൻസർ. അപ്പോൾ ആ വലത് സ്ഥാനത്ത് കിടക്കുന്നത് ഏതാ സ്ഥാനം? ഒറ്റ. പിന്നെ അതിൻ്റെ അടുത്ത് കിടക്കുന്നത് ഏതാ? 10. അതിൻ്റെ അടുത്ത് കിടക്കുന്നത് ഏതാ? 100. അവസാനം കിടക്കുന്നത് ഏതാ? 1000. മനസ്സിലായില്ലേ? അപ്പോൾ 4 അക്ക സംഖ്യ കൂട്ടുന്നത് എളുപ്പമല്ലേ. നമുക്ക് ഇനി അടുത്ത കണക്ക് നോക്കാം കേട്ടോ. ഇനി നമുക്ക് വേറൊരു പ്രോബ്ലം നോക്കാം. 4513 പ്ലസ് 1382. അപ്പോൾ ഇതിലെങ്ങനെയാണ്? ഒറ്റ, 10, 100, 1000. ഒറ്റയുടെ സ്ഥാനത്ത് ഏതൊക്കെയാണ് കിടക്കുന്നത്? 3ഉം 2ഉം അല്ലേ. അപ്പോൾ ഇതിലേതാ വലിയ നമ്പർ? 3 അല്ലേ. അപ്പോൾ 3 നമ്മൾ മനസ്സിൽ വെച്ചു. 2 വിരലെടുത്തു. 3 കഴിഞ്ഞാൽ 4, 5. അപ്പോൾ അതിവിടെ എഴുതി. ഇനി 10ൻ്റെ സ്ഥാനത്ത് എത്ര നമ്പർ കിടക്കുന്നത്? 1ഉം 8ഉം അല്ലേ. അതിലേതാ വലിയ നമ്പർ? 8. അപ്പോൾ 8 നമ്മൾ മനസ്സിൽ വയ്ക്കുക. ഒരു വിരലെടുക്കുക. 8 കഴിഞ്ഞാൽ 9. അതിവിടെ എഴുതി. അടുത്തത് 100ൻ്റെ സ്ഥാനത്ത് ഏതാ കിടക്കുന്നത്? 5ഉം 3ഉം അല്ലേ. അതിലേതാ വലിയ നമ്പർ? 5. 5 നമ്മൾ മനസ്സിൽ വയ്ക്കുക. 3 വിരലെടുക്കുക. 5 കഴിഞ്ഞാൽ 6, 7, 8. 8 ഇവിടെ എഴുതി. ഇനി 1000ൻ്റെ സ്ഥാനത്ത് എത്രയാണ് നമ്പർ എടുക്കുന്നത്? 4ഉം 1ഉം. അപ്പോൾ ഏതാ വലുത്? നമ്പർ വലുത് ഏതാ? 4. 4 മനസ്സിൽ വെച്ചു. ഒരു വിരലെടുത്തു. 4 കഴിഞ്ഞാൽ 5. ഉത്തരം എത്ര കിട്ടിയത്? 5895. മനസ്സിലായില്ലേ? ഇനി നമുക്ക് അടുത്തൊരു കണക്കും കൂടി നോക്കാം.
അടുത്ത കണക്ക് നോക്കിയേ. 7241 പ്ലസ് 1234. ഇവിടെ ഒറ്റയുടെ സ്ഥാനത്ത് എത്ര നമ്പർ കിടക്കുന്നത്? 1ഉം 4ഉം. ഇതിലേതാ വലിയ നമ്പർ? 4. 4 മനസ്സിൽ വെച്ചു, ഒരു വിരലെടുത്തു. 4 കഴിഞ്ഞാൽ 5. അപ്പോൾ 5 ഇവിടെ എഴുതി. 10ൻ്റെ സ്ഥാനത്ത് എത്ര നമ്പർ കിടക്കുന്നത്? 4ഉം 3ഉം. അപ്പോൾ ഏതാ വലുത്? 4 വലിയ നമ്പറാണ്, അത് മനസ്സിൽ വെച്ചു. 3 വിരലെടുത്തു. 4 കഴിഞ്ഞാൽ 5, 6, 7. അടുത്ത 100ൻ്റെ സ്ഥാനത്ത് ഏതാ നമ്പർ കിടക്കുന്നത്? 2ഉം 2ഉം. ഇത് 2 തുല്യമാണ് അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ഒരു 2 നമ്മൾ മനസ്സിൽ വെക്കുക, ഒരു 2 നമ്മൾ വിരലിലെടുക്കുക. 2 കഴിഞ്ഞാൽ 3, 4. അപ്പോൾ 4 ഇവിടെ എഴുതി. അടുത്ത 1000ൻ്റെ സ്ഥാനത്ത് എത്ര നമ്പർ കിടക്കുന്നത്? 7ഉം 1ഉം. അപ്പോൾ ഏതാ വലുത്? 7. അപ്പോൾ 1 നമ്മൾ വിരലെടുക്കുക. 7 കഴിഞ്ഞാൽ 8. അപ്പോൾ എത്ര ഉത്തരം കിട്ടിയത്? 8475. മനസ്സിലായില്ലേ? ഇനി ഞാൻ ഒരു 3 കണക്ക് ഞാൻ തരാം, അത് ഒറ്റയ്ക്ക് ചെയ്ത് നോക്കണം കേട്ടോ. ഈ വീഡിയോ കണ്ടിട്ട് 4 അക്ക സംഖ്യകളുടെ സങ്കലനം പഠിച്ചതിന് ശേഷം ഈ 3 പ്രോബ്ലംസും ഒന്ന് ഒറ്റയ്ക്ക് ചെയ്ത് നോക്കൂ കേട്ടോ. ഇത് സിമ്പിളാണ്. നമുക്കിവിടെ കൂട്ടുമ്പോൾ ബാലൻസ് ഒന്നും വരാത്തത് കൊണ്ട് ഈ 4 അക്ക സംഖ്യകൾ കൂട്ടാനായിട്ട് എളുപ്പമാണ്. ബാലൻസ് വരുന്ന 4 അക്ക സംഖ്യകളുടെ സങ്കലനം ഞാൻ അടുത്ത വീഡിയോയിൽ ഇടാം കേട്ടോ. അപ്പോൾ ഇത് ചെയ്യുക നല്ല കുട്ടികളായിട്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ താങ്ക് യു.